ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വാസുദേവൻ മദ്യപിച്ചിട്ട് വന്നിട്ട് ജാനകിയായിട്ട് തല്ലുകൂടുവാണ്. അപ്പോൾ ജാനകിയോട് ഷെയർ കൊടുക്കാൻ വേണ്ടി പറയുകയാണ്, ഒന്നുകിൽ എന്നെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർഷം ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതിന് എനിക്ക് ഇവിടുത്തെ എൻ്റെ പങ്ക് തരിക. അപ്പോൾ ജാനകിയാണെങ്കിൽ അയാളോട് തട്ടിക്കയറി സംസാരിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പങ്കുമില്ല. ഇത്രയും കാലം എൻ്റെ ഏട്ടനും അതുപോലെ തന്നെ അച്ഛനും തന്ന ജീവിതമാണ് നിങ്ങൾക്കുള്ളത്. അല്ലാതെ നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ വെറും ഒരു ലേബറായിട്ട് വന്ന് നിങ്ങളെയാണ് ഇത്രയധികം വലിയൊരു പദവിയിൽ എൻ്റെ ഭർത്താവ് എൻ്റെ ഏട്ടനും അച്ഛനും വലിയൊരു സ്ഥാനം തന്ന് മാറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വാസുദേവൻ പരിഹസിച്ചിട്ട് പറയാണ്, ഈ കാലിന് വയ്യാത്ത നിന്നെ ഞാനല്ലാതെ മറ്റാരാണ് കല്യാണം കഴിക്കുക എന്നൊക്കെ. അത്രത്തോളം ജാനകിയെ കുത്തി കുത്തി മുറിവേൽപ്പിക്കുകയാണ്. എന്തായാലും എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് ഇവിടുന്ന് കിട്ടിയേ പോവുള്ളൂ എന്നുള്ള വാശിയിലാണ് വാസുദേവൻ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇത്ര നേരം ഞാൻ നിങ്ങളോട് മര്യാദയോടുകൂടിയാണ് സംസാരിച്ചത്. ഇനി ഒരു പ്രാവശ്യം അവകാശപ്പെട്ട സ്വത്ത് വീതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ ഈ മര്യാദ ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. അപ്പോഴേക്കും വാസുവിന് ദേഷ്യം കയറുകയാണ്. ഏയ്, എന്താടി, കല്യാണം കഴിച്ച ഭർത്താവാണെന്ന് പോലും നോക്കാതെ നീ വല്ലാതെ അങ്ങ് കയറി സംസാരിക്കുകയാണല്ലോ. എന്നിട്ട് വീൽ ഇരിക്കുന്ന ജാനകിയെ അയാൾ പിടിച്ചുപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ജാനകി തടയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് അത്രയേ ശക്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ വാസു മദ്യപിച്ചത് കൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഏയ് ജാനകി, നിനക്ക് ജീവിതം ഭിക്ഷയായിട്ട് തന്നവനാടി ഞാൻ. വാസുദേവൻ പിടിച്ചു വലിക്കുന്ന കൈ ജാനകിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ പറയുന്നുണ്ട്, എന്നെ കൈവിട് എന്നൊക്കെ. പക്ഷേ വാസു അവരോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. നിന്റെ ഭർത്താവായിട്ടുള്ള എന്നെ നാണം കെടുത്താൻ ശ്രമിക്കുന്നു നീ. അമ്മയും അച്ഛനും കൂടി തല്ലുകൂടുന്ന ബഹളം കേട്ടിട്ടാണ് ആരതി അങ്ങോട്ടേക്ക് വന്നത്. ആരതി വാസുദേവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ ആരതിയെ പിടിച്ച് തള്ളിയിടുവാണ്. ആരതി വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ജാനകിയെ വാസുദേവൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനകിയെ സമാധാനിപ്പിക്കുന്ന ആരതിയോടായിട്ടും വാസുദേവൻ പറയുന്നുണ്ട്, ഏയ് ഇങ്ങോട്ട് നോക്ക്, മര്യാദയ്ക്ക് എനിക്ക് കിട്ടേണ്ട സ്വത്തിൻ്റെ പകുതി മഹേന്ദ്രനോട് എനിക്ക് തരാൻ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന സ്വർണം മുഴുവൻ എനിക്ക് തന്നേക്ക്. അപ്പോൾ ജാനകി അയാളോട് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ സ്വത്തിനും സ്വർണത്തിനും വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്നതിനും നല്ലത് നീ തെരുവിൽ പോയി പിച്ച എടുത്ത് ജീവിക്കുന്നതാ. അത് കേട്ടതും വാസുദേവൻ്റെ ദേഷ്യം ഒന്നുകൂടി ഇരട്ടിക്കുകയാണ്. എന്നിട്ട് ജാനകിയോട് ചോദിക്കുന്നുണ്ട്, എന്താടി പറഞ്ഞത്, ഞാൻ പിച്ച എടുക്കണമെന്നോ? അത് പറഞ്ഞു തീർന്നതും ജാനകിയുടെ കവിളിൽ നോക്കിയിട്ട് വാസുദേവൻ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുവാണ്. അയാളുടെ അടിയുടെ ശക്തിയിൽ ജാനകി വീൽ ചെയറിൽ നിന്നും താഴെ വീണു പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നുവാണ്. ആരതി ഓടി വന്ന് അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അമ്മ എഴുന്നേക്കമ്മ. പക്ഷെ വാസുദേവൻ ഒരു കുലുക്കവും ഇല്ല. അവിടെ നടക്കുന്ന ബഹളം കേട്ടിട്ട് മുത്തശ്ശനാണ് പിന്നീട് ആദ്യം ഓടി വന്നത്. ജാനകി മോളെ, എന്താ മോളെ പറ്റിയേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മകളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ വാസുദേവൻ മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഏയ് നിങ്ങളെല്ലാം ഒരു വലിയ മനുഷ്യനാണോടോ. ജാനകിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആരതിയും മുത്തശ്ശനും ചേർന്നിട്ട്. എന്നിട്ട് മുത്തശ്ശൻ വാസുവിനെ നോക്കുമ്പോൾ വാസു പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ കാലിന് സുഖയില്ലാത്ത മോളെ കെട്ടാൻ വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? പറ, ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ. നിങ്ങളുടെ മകൾക്ക് ഇത്രയും വർഷം സന്തോഷകരമായ ഒരു ജീവിതം കൊടുത്തതിന് പകരം നിങ്ങൾ എനിക്ക് എന്താ തന്നത്? മര്യാദയ്ക്ക് ഞാൻ പറയാണ്, എനിക്ക് കിട്ടേണ്ട, എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് എനിക്ക് തന്നിട്ട് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തേക്ക്. അത് കേട്ട് ജാനകിയും ആരതിയും ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. മുത്തശ്ശനാണെങ്കിൽ ദേഷ്യത്തോടു കൂടിയാണ് വാസുവിനെ നോക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളെപ്പോലും ഞാൻ വെറുതെ വിടില്ല. വാസു അയാളുടെ അമർഷം നിർത്തുന്നില്ല. മദ്യപിച്ചത് കൊണ്ട് തന്നെ ലഹരിയിലാണ് സംസാരിക്കുന്നത്. അതുകൂടി ആയപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നടന്ന് വാസുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഏയ് എൻ്റെ മോളെ അടിച്ചതും പോരാഞ്ഞി സ്വത്തിൻ്റെ പങ്ക് കൂടി ചോദിക്കുകയാണോടാ റാസ്കൽ എന്നും പറഞ്ഞിട്ട് വാസുവിൻ്റെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുവാണ്. അദ്ദേഹം തല്ലിയ കവിളിൽ കൈവച്ചിട്ട് ദേഷ്യത്തോടെ ജാനകിയെയും ആരതിയെയും നോക്കിക്കൊണ്ട് മുത്തശ്ശനോട് അയാൾ പറയുന്നുണ്ട്, വാസു, ഈ വീട്ടിലെ മരുമകനാണെന്ന് പോലും നോക്കാതെ എന്നെ തല്ലിയല്ലേ നിങ്ങൾ? വാസു അതുപോലെ തന്നെ അദ്ദേഹത്തിനെയും തല്ലാൻ വേണ്ടി കൈയോങ്ങിയതാണ്. പക്ഷെ അപ്പോഴേക്കും വാസുവിൻ്റെ കൈകളിൽ കടന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റാരുമല്ല, മഹേന്ദ്രൻ തന്നെയാണ് അത് പിടിച്ചിട്ടുണ്ടായിരുന്നത്. മഹേന്ദ്രൻ്റെ മുഖത്ത് വാസുവിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം തൻ്റെ പെങ്ങളോടും അച്ഛനോടും അങ്ങനെ അപമര്യാദയായി പെരുമാറിയത് കണ്ടിട്ട്. അതുമാത്രമല്ല, അത്രയും ദേഷ്യത്തിലാണ് വാസുവിനോട് അല്ലാതെ തന്നെ ഉള്ളത്, ജ്യോതിയായിട്ടുള്ള ബന്ധം അറിഞ്ഞതിന് ശേഷം. അതിന് പുറമെയാണ് ഇതുകൂടി കാണുന്നത്. തൻ്റെ അച്ഛന് നേരെ കൈയോങ്ങുന്നത് കണ്ടതോടെ മഹേന്ദ്രൻ്റെ കൺട്രോൾ പോയിട്ടുണ്ടായിരുന്നു. വാസുവിനെ പിടിച്ച് താഴെ തള്ളിയിടുവാണ്. അങ്കിൾ വേണ്ട അങ്കിൾ,
ആരതി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും മഹേന്ദ്രൻ കേട്ടിട്ട് പോലുമില്ല. മഹേന്ദ്രൻ നേരെ വാസുവിനിട്ട് പൊതിരെ തല്ലുവാണ്. എന്നിട്ട് പിടിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട്, നായേ, വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നതും പോരാഞ്ഞി എൻ്റെ അച്ഛനെയും എൻ്റെ സഹോദരിയും ഉപദ്രവിക്കുകയാണോ നീ? നിന്നെ കൊല്ലിയടാ ഞാൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഇരുന്നു കൊണ്ട് തന്നെ ജാനകി കരഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്, ഏട്ടാ. അപ്പം അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് തല്ലിയതിൻ്റെ അപമാനവും ആ ഒരു ദേഷ്യമൊക്കെ വാസുവിൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. മുത്തശ്ശനാണെങ്കിൽ വാസുവിനോടുള്ള ദേഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനകിയെ ഉപദ്രവിച്ചത് കണ്ടതിലുള്ളതാ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്രയും ദേഷ്യത്തോടെയാണ് പറയുന്നത്, മഹേന്ദ്ര, അവൻ നിന്റെ പെങ്ങളെ കൈവച്ച് വലിച്ചടിച്ചിട്ടടാ, അവൻ്റെ കൈ ഒടിച്ചിട്ടേക്ക് എന്ന് പറഞ്ഞത് കേട്ടതും മഹേന്ദ്രൻ വാസുവിൻ്റെ കൈ പിടിച്ച് വലിച്ചൊടിക്കുകയാണ്. വാസു ആണെങ്കിൽ കള്ളു പിടിച്ചതുകൊണ്ട് അയാൾക്ക് അത്ര ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയം കൊണ്ട് ആരതിയും മുത്തശ്ശനും ചേർന്നിട്ട് ജാനകിയെ പിടിച്ചിരുത്തിയിട്ട് വീൽ ചെയറിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. മഹേന്ദ്രൻ കൈ പിടിച്ച് ഒടിച്ചിട്ട് വാസുവിനെ പിടിച്ച് തള്ളുവാണ്. അയാൾ പോയി തൂണിനടിച്ചിട്ടാണ് വീഴുന്നത്. എന്നിട്ടും ദേഷ്യത്തോടെ അയാൾ പറയുന്നുണ്ട്, ഏയ്, എന്നെ തല്ലിയല്ലേ? അയാളുടെ ആ ഭീഷണി കേട്ടപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ആരെ വീട്ടിൽ വന്നിട്ട് ആരാടാ സംസാരിക്കുന്നത്? ജാനകിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാണോ നീ കരുതിയത്? അവൾക്ക് ഞാനുണ്ടടാ എന്ന് പറഞ്ഞിട്ട് നെഞ്ചിൽ തട്ടുവാണ് മഹേന്ദ്രൻ. അത് കേട്ടപ്പോൾ ജാനകിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് തോന്നുന്നത്. കാരണം തൻ്റെ സഹോദരൻ തന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് ജാനകി ഓരോ നിമിഷവും തിരിച്ചറിയുവാണ്. ജാനകി ആ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് മഹേന്ദ്രൻ വാസുവിനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ തല്ലിക്കഴിഞ്ഞാൽ ആരും ചോദിക്കാൻ വരില്ലടാ, അങ്ങനെ ചോദിക്കാൻ ഒരാൾ പോലും ഇല്ലാത്തവരാടാ നീ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി മഹേന്ദ്രൻ വാസുവിൻ്റെ കവിളിൽ തല്ലുവാണ്. കുടുംബം അപമാനിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നത് കണ്ടിട്ട് ആരതിയും ജാനകിയും സങ്കടത്തോടെ കരയുകയാണ്. പക്ഷെ അതൊന്നും മനസ്സിൽ വെക്കാതെ വാസുദേവൻ മഹേന്ദ്രനോട് ചോദിക്കുന്നത് വെച്ചാൽ, മഹേന്ദ്ര, നീ എൻ്റെ മേലെ കൈവച്ചു അല്ലേ? മഹേന്ദ്രൻ പുച്ഛത്തോടെ നിൽക്കുന്ന സമയത്ത് വാസു വലിയ ആളായിട്ട് പറയുന്നുണ്ട്, ഇനി ഒരു ദിവസം പോലും നിനക്ക് സമാധാനം എന്നൊന്നും ഉണ്ടാവില്ല. നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ നന്നായിട്ട് കണ്ടോ. പോടാ പോ, നീ എന്താ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യ്. മഹേന്ദ്രൻ ദേഷ്യത്തോടെ പറയുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഒരു പ്രാവശ്യം കൂടി എൻ്റെ സഹോദരിയുടെ മേൽ നീ കൈവച്ച, എൻ്റെ സഹോദരിയോട് നീ മോശമായിട്ട് സംസാരിച്ച, അതായിരിക്കും നിൻ്റെ അവസാനത്തെ ദിവസം എന്നും പറഞ്ഞിട്ട് മഹേന്ദ്രൻ വാസുവിൻ്റെ കവിളിൽ നോക്കി ഒന്ന് വീണ്ടും പൊട്ടിച്ചു കൊടുക്കുകയാണ്. എൻ്റെ പെങ്ങള് അംഗവൈകല്യമുള്ള ആളാണ്, അവളെ കല്യാണം കഴിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തന്നതാ അല്ലേ? എൻ്റെ പെങ്ങള് നിന്നെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാ നിനക്ക് ഞാൻ എൻ്റെ പെങ്ങളെ കല്യാണം ചെയ്തു തന്നത്. മനസ്സിലായോ? മഹേന്ദ്രൻ്റെ സംസാരം കേട്ടപ്പോൾ ഒരക്ഷരം പോലും മറുത്തു പറയാനാവാതെ നിൽക്കുവാണ് വാസു. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ അനിയത്തിക്ക് ജീവിതം കൊടുത്തുന്നോ? മഹേന്ദ്രൻ ചെയ്യുന്നത് വളരെയധികം കറക്റ്റായതുകൊണ്ട് തന്നെ മുത്തശ്ശനൊക്കെ സന്തോഷമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ജാനകി ഇങ്ങനെ ഏട്ടന് തന്നെയുള്ള സ്നേഹം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ വാസുവിനോട് പറയുന്നുണ്ട്, ഇനി ഒരു തവണ കൂടി ഈ വീട്ടിൻ്റെ പരിസരത്ത് നിന്നെ കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയും, നിന്നെ ഞാൻ കൊന്നുകളയും, ഇറങ്ങിപ്പോടാ. ഏയ് മഹേന്ദ്ര, വാസു എന്തോ പറയാൻ ശ്രമിച്ചതാ. പക്ഷേ മഹേന്ദ്രൻ അതിനുപോലും അവസരം കൊടുത്തില്ല. മഹേന്ദ്രൻ ഒന്നുകൂടി ചെകിട്ടത്ത് നോക്കി പൊട്ടിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇനി ഒരിക്കൽ കൂടി ഈ വീട്ടിൻ്റെ പരിസരത്ത് നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ നിന്നെ ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കഴുത്തിന് പിടിച്ചിട്ട് വെളിയിലേക്കാക്കാൻ നോക്കുവാണ്. പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആരതി അമ്മയെ ഇതാക്കുകയാണ്. കാരണം അമ്മയെ തല്ലിയിട്ട് വീണതാണല്ലോ. അമ്മയെടുത്ത് സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മ, മുൻപ് വാസുവും മനോഹരനും ചേർന്നിട്ട് എങ്ങനെയാണോ മഹേന്ദ്രനെ ആ വീട്ടിന് പിടിച്ച് പുറത്ത് തള്ളിയത്, അതേപോലെ തന്നെ വാസുവിനെ മഹേന്ദ്രൻ പിടിച്ച് പുറത്തേക്ക് തള്ളിയിട്ടുണ്ടായിരുന്നു. നിലത്ത് വീണ് കിടക്കുന്ന വാസുവിനെ നോക്കിയിട്ട് മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ജാനകി ആരാന്നാ നീ വിചാരിച്ചത്? അവൾ എൻ്റെ പെങ്ങളല്ലടാ, അവൾ എൻ്റെ അമ്മയെ പോലെയാ. കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് മഹേന്ദ്രൻ പറയുന്നത്. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ സങ്കടത്തോടെ ജാനകിയെ നോക്കുവാണ്. അച്ഛാ, കരഞ്ഞുകൊണ്ട് ജാനകി അച്ഛനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആരതിയും അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ വാസുവിനോട് പറയുന്നുണ്ട്, അവളുടെ കണ്ണിലൊരു രോമം പോയാൽ പോലും എനിക്കത് സഹിക്കാനാവില്ല. മഹേന്ദ്രൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഇനി എൻ്റെ പെങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ നീ കാരണം പുറത്തു വന്നാ നിന്നെ ഞാൻ ജീവനോടെ വിടില്ല, അത് നീ ഓർത്തു വെച്ചോ. മഹേന്ദ്രനെ തൻ്റെ മകളോടുള്ള സ്നേഹം കണ്ടപ്പോൾ മുത്തശ്ശൻ തന്നെ അതിശയിച്ചു പോവുകയാണ്. അപ്പോൾ വാസു വേഗം ചാടി എഴുന്നേറ്റിട്ട് മഹേന്ദ്രനോട് പറയുന്നുണ്ട്, എൻ്റെ മേലെ കൈവച്ചു അല്ലേ നീ? നിൻ്റെ കുടുംബത്തെ മുഴുവൻ ഞാൻ ഉന്മൂലനം ചെയ്യൂടാ. വാസു വാശിയോടെ പറയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, പോടാ.
നിന്നെപ്പോലുള്ളവന് പറയാനേ അറിയുള്ളൂ, ചെയ്യാൻ അറിയില്ല. നീ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് വാസു അവിടുന്ന് തിരിച്ചു നടക്കുകയാണ്. മഹേന്ദ്രൻ വെറുപ്പോടുകൂടി വാസുവിനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ജാനകി പൊട്ടിക്കരഞ്ഞിട്ട് അച്ഛൻ്റെ കൈകൾ ചേർത്ത് പിടിക്കുകയാണ്. അച്ഛാ. മഹേന്ദ്രൻ തിരിച്ച് അവരുടെ അടുത്തെത്തിയ സമയത്ത് പെട്ടെന്നാണ് മഹേന്ദ്രന് ഓർമ്മ വരുന്നത് ജാനകിയായിട്ട് അയാൾ സംസാരിക്കാറില്ല എന്നുള്ളത്. അച്ഛൻ രണ്ട് മക്കളെയും ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് കുറ്റബോധത്തോടു കൂടിയാണ് ഏട്ടനെ നോക്കി നിൽക്കുന്നത്. രാത്രിയായ സമയത്ത് ടെറസിലിരുന്നിട്ട് മലറിന് ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് ലക്ഷ്മി. അപ്പോൾ വാരിക്കൊടുത്തോണ്ടേ ഇരിക്കുന്നതിനിടയിൽ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മലർക്കുട്ടിക്ക് ഈ വലിയ വീടാണോ ഇഷ്ടം, അതോ നമ്മൾ മുന്നേ താമസിച്ച ചെറിയ വീടാണോ ഇഷ്ടം? അപ്പോൾ മലർ പറയുന്നുണ്ട്, എനിക്ക് എവിടെ താമസിച്ചാലും കുഴപ്പമില്ല, എൻ്റെ അമ്മ കൂടെ ഉണ്ടായാൽ മതി. അത് കേട്ട് ലക്ഷ്മി ചിരിക്കുകയാണ്. അപ്പോൾ സങ്കടത്തോടെ മലർ പറയുന്നുണ്ട്, പക്ഷേ പണ്ടത്തെ പോലെയല്ല, അമ്മ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടാവാറേ ഇല്ല, ജോലി ജോലി എന്നും പറഞ്ഞ് എപ്പോഴും പോവുകയാണ്. അത് കേട്ട സമയത്ത് സങ്കടത്തോടെ ലക്ഷ്മി നിൽക്കുകയാണ്. എന്നിട്ട് മലറിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, മലർ, അമ്മ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുവാണ്. അതിനിടയിൽ അവൾക്ക് മോക്ക് വേണ്ട സമയം കണ്ടെത്താൻ പറ്റുന്നില്ലടാ എന്ന് കരുതി അമ്മയ്ക്ക് മോളുടെ മേൽ സ്നേഹമില്ലെന്ന് മോൾ വിചാരിക്കരുത്. മലരൊന്നും പറയാതെ ലക്ഷ്മി പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. അമ്മയ്ക്ക് നിൻ്റെ മേൽ ഒരുപാട് ഇഷ്ടമുണ്ട്, അവളുടെ ലോകം തന്നെ നീയാ മോളെ. അവളുടെ സന്തോഷം, സമാധാനം എല്ലാം നീ മാത്രമാണ്. പക്ഷേ മലർ മറുപടി ഒന്നും പറയാതെ സങ്കടത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. വീണ്ടും ഭക്ഷണം വാരിക്കൊടുത്തുകൊണ്ട് ലക്ഷ്മി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഒരുപാട് കടമില്ലേ, ആ കടങ്ങളൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ മോളുടെ അമ്മ എപ്പോഴും മോളുടെ കൂടെ തന്നെ കാണും. മലരൊന്നും പറയാതെ ഇരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതല്ല, മുൻപൊക്കെ മോൾ എപ്പോഴും സിദ്ധു സിദ്ധു എന്നും പറഞ്ഞ് സിദ്ധുവിൻ്റെ പിന്നാലെ ആയിരുന്നല്ലോ, ഇപ്പം എന്താ നീ പഴയതുപോലെ സിദ്ധുവിൻ്റെ അടുത്ത് സംസാരിക്കാനോ കളിക്കാനോ ഒന്നും പോവാത്തത്? എന്താ പറ്റിയ മോക്ക്? മലരൊന്നും പറയാതെ സങ്കടത്തോടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി അവളെ ശ്രദ്ധിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മലർ പറയടാ. അപ്പോൾ മലർ അവളുടെ മനസ്സിലുള്ള സംശയം ചോദിക്കുകയാണ്, സിദ്ധു അമ്മയെ കല്യാണം ചെയ്താൽ അമ്മ എന്നെ ഒഴിവാക്കി പോവോ മുത്തശ്ശി? മലറിൻ്റെ മനസ്സിലുള്ള സംശയം കേട്ടപ്പോൾ ലക്ഷ്മി തന്നെ അന്താളിച്ചു പോയി. എന്താ മലർ, മോളെന്താ ഇങ്ങനെ ചോദിക്കുന്നേ? അങ്ങനെയൊന്നും മോളുടെ അമ്മ മോളെ വിട്ടു പോവില്ല. നീ, നിൻ്റെ അമ്മ, സിദ്ധു എല്ലാവരും എപ്പോഴും ഒന്നിച്ചാണ് ഉണ്ടാവുക. പക്ഷേ ലക്ഷ്മി അങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ചിട്ടും മലരുടെ മനസ്സിലുള്ള സംശയം മാറുന്നുണ്ടായിരുന്നില്ല. അവൾ സങ്കടത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് ലക്ഷ്മിയോട് പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ മറ്റൊരു കല്യാണം കഴിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ ഒഴിവാക്കിയിട്ട് കല്യാണം ചെയ്തവരുടെ കൂടെ പോയി. പാവം അവൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ അമ്മയെ എന്നെ വിട്ട് പോവോ മുത്തശ്ശി? മലറിൻ്റെ സംശയം കേട്ടപ്പോൾ ലക്ഷ്മിക്ക് വല്ലാത്ത സങ്കടമാവുകയാണ്. അങ്ങനെയൊന്നും ഇല്ലടാ, എന്തിനാ എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നിൻ്റെ അമ്മ നിന്നെ വിട്ടിട്ട് എവിടെയും പോവില്ല, മനസ്സിലായോ? എൻ്റെ മോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഓക്കെ? ലക്ഷ്മി ആശ്വസിപ്പിച്ചെങ്കിലും അതും മലറിന് സമാധാനം ഉണ്ടായിരുന്നില്ല. അവളുടെ മുഖത്ത് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. വീണ്ടും ഭക്ഷണം വാരിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി ചിന്തിക്കുന്നുണ്ട്, ഈ ചെറിയ പ്രായത്തിൽ തന്നെ മലർ എന്തൊക്കെയാണ് ആലോചിക്കുന്നത്? മലരും വിഷമത്തോടെയാണുള്ളത്, ലക്ഷ്മിയും വിഷമത്തോടെയാണുള്ളത്. അപ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രിക ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ, മലർ ഇനിയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ ചിരിച്ചുകൊണ്ട് ലക്ഷ്മിയും പറയാണ്, അവൾ എവിടെ തിന്നു തീർക്കാൻ, അവൾ ഭക്ഷണം കഴിക്കാതെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താ ചന്ദ്രിക, ജോലിയെല്ലാം കഴിഞ്ഞോ? ആ കഴിഞ്ഞു അമ്മ. എന്നിട്ട് ചന്ദ്രിക അവർക്കൊപ്പം അവിടെ ഇരിക്കുകയാണ്. മലറിനെ കൊഞ്ചിച്ചുകൊണ്ട് ലക്ഷ്മിയോട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, അമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ പറ മോളെ, എന്താ? അപ്പോൾ ചന്ദ്രിക സങ്കടത്തോടെ ചോദിക്കുകയാണ്, അമ്മയുടെ കൈ കൊണ്ട് എനിക്കും ഒരു വായ ചോറ് തരാമോ? ചന്ദ്രിക അത്രയും സങ്കടത്തോടെയാണ് ചോദിക്കുന്നത്. പക്ഷെ ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്താ ചന്ദ്രിക ചെറിയ കുട്ടികളെ പോലെ ചോദിക്കുന്നേ? നിറഞ്ഞ കണ്ണുകളോടെ ചന്ദ്രിക പറയുന്നുണ്ട്, ചെറിയ പ്രായത്തിൽ അമ്മയുടെ കൈ കൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇപ്പോൾ അമ്മയുടെ കൈ കൊണ്ട് കഴിച്ചിട്ട് എനിക്ക് ആ ആഗ്രഹം തീർക്കണം എന്നുണ്ട്. ചന്ദ്രികയുടെ ആഗ്രഹം കേട്ട സമയത്ത് ലക്ഷ്മിയും കരയാണ്. മോള് പറഞ്ഞത് ശരിയാ, മോളുടെ ചെറിയ പ്രായത്തിൽ മോൾക്ക് ചെയ്യേണ്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്കും തന്നില്ല. ലക്ഷ്മി വാത്സല്യത്തോടെ ചന്ദ്രികയ്ക്കും ചോറെടുത്ത് കൊടുക്കുകയാണ്. അവൾ സ്നേഹത്തോടെ അത് വാങ്ങിക്കുന്നുണ്ട്. അമ്മയും മോളും തമ്മിലുള്ള ആ ഒരു സ്നേഹം നോക്കി നിൽക്കുകയാണ് മലരിന് വീണ്ടും ഭക്ഷണം വാരി കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, സത്യം പറഞ്ഞ അമ്മയുടെ കൈകൊണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഈ ഭക്ഷണത്തിന് വല്ലാത്ത രുചി തോന്നുവാണ് അമ്മ. ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തൊരു അമ്മയാണ് ചന്ദ്രിക.
എൻ്റെ കൊച്ചുമോൾക്കും എൻ്റെ സ്വന്തം മകൾക്കും ഒരേ നേരം ഭക്ഷണം വാരിക്കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നില്ലേ. അതൊക്കെ കേട്ടുകൊണ്ടാണ് മഹേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ആ ഭാഗ്യം എനിക്ക് കിട്ടാൻ പാടില്ലേ? ആഹാ, ഏട്ടനും മുകളിലേക്ക് വന്നോ? താഴെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വല്ലാതെ ബോറടിക്കുന്നു, അതാ ഞാനും ഇങ്ങോട്ടേക്ക് വന്നത്. ഓ, നിൻ്റെ മോക്കും നിൻ്റെ കൊച്ചുമോൾക്കും മാത്രമേ നീ വാരി കൊടുക്കുള്ളൂ അല്ലേ? എനിക്കും കൂടെ താ. മഹേന്ദ്രൻ ഭീഷണിപ്പെടുത്തും പോലെ പറഞ്ഞപ്പോൾ ലക്ഷ്മി ചിരിക്കുകയാണ്. നിങ്ങളെന്താ ചെറിയ കുട്ടിയാണോ? എന്നിട്ട് മലറിന് വീണ്ടും വാരി കൊടുക്കുകയാണ്. അപ്പം മഹേന്ദ്രൻ ഗൗരവത്തിൽ മലറിനോട് പറയാണ്, മലർ നോക്ക്, നിൻ്റെ മുത്തശ്ശി എനിക്ക് ചോറ് തരില്ല എന്നാണ് പറയുന്നത്. അമ്മയുടെ അച്ഛൻ്റെ ആ ഒരു സ്നേഹം കണ്ടപ്പോൾ ചന്ദ്രിക പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ മലര് പറയുന്നുണ്ട്, മുത്തശ്ശൻ പാവമല്ലേ, മുത്തശ്ശന് കൂടി ചോറ് കൊടുക്ക്. അത് കേട്ട് ലക്ഷ്മിയും ചന്ദ്രികയും ചിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ ഗൗരവത്തോടെ പറയുന്നുണ്ട്, എൻ്റെ അമ്മയായിരിക്കണം, ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് ചോറെടുത്ത് തന്നേനെ. നീ എൻ്റെ ഭാര്യയാണല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചിട്ടും തരാത്തത്. ശരി ശരി, ഇനി ഇതും പറഞ്ഞ് വിഷമത്തോടെ താഴെ പോവണ്ട, ഇരിക്ക്, ഞാൻ ചോറ് തരാം എന്ന് പറഞ്ഞപ്പോൾ മഹേന്ദ്രനും അവർക്കൊപ്പം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി മഹേന്ദ്രനും ചോറെടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിച്ചുകൊണ്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മൾ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നതിനേക്കാട്ടിലും എത്രയോ ടേസ്റ്റാണ് നിൻ്റെ കൈകൊണ്ട് ഭക്ഷണം എടുത്ത് തരുമ്പോൾ. അത് കേട്ട് ലക്ഷ്മി പുഞ്ചിരിക്കുകയാണ്. അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം കാണുമ്പോൾ ചന്ദ്രയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അപ്പോൾ മഹേന്ദ്രൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ലക്ഷ്മി, ഞങ്ങൾ മാത്രം കഴിച്ചാൽ മതിയോ, നീയും കഴിക്കണ്ടേ? ഇന്നാ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ആ ഒരു ചോറ് പാത്രം മഹേന്ദ്രന് കൊടുക്കുവാണ്. അപ്പോൾ മലറിനോട് പറയുന്നുണ്ട്, മലർ, ഇനി മുത്തശ്ശൻ വാരി തരാട്ടോ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ചോറെടുത്തിട്ട് ചന്ദ്രികയ്ക്ക് നേരെയാണ് കൊടുക്കുന്നത്. ചന്ദ്രിക അത് വാങ്ങിക്കുമ്പോൾ അവൾക്ക് വല്ലാതെ കണ്ണ് നിറയുവാണ്. മലർക്കുട്ടിക്ക് ചെറിയ ഉരുള വേണോ വലിയ ഉരുള വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വായിൽ വെച്ച് തരണോ അതോ കയ്യിൽ മതിയോ? കയ്യിൽ മതി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി കയ്യിൽ വാങ്ങിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹവും അച്ഛന് തന്നോടുള്ള ആ ഒരു സ്നേഹമൊക്കെ കണ്ടപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇതുവരെ എനിക്ക് അമ്മയുടെ അച്ഛൻ്റെ സ്നേഹം ഇതുവരെ കിട്ടിയിരുന്നില്ല, പക്ഷെ ഇന്ന് രണ്ടും കൂടെ ചേർത്ത് രണ്ടുപേരുടെ കൈകൊണ്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഇന്ന് നമുക്കെല്ലാവർക്കും ഒരുപാട് സ്പെഷ്യലായ ദിവസമാണ് അച്ഛാ. ശരിയാ ചന്ദ്രിക പറഞ്ഞത്, മഹേന്ദ്രനും പറയുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവർക്കും കൂടി വീണ്ടും ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതും.